അപ്പോൾ ഞാനും ജാൻജും കൂടെ ഇന്ന് 6th ഡേയുടെ ഒരു സമ്മറി ആയിട്ട് പറയാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോഗ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ സാറ്റർഡേ ആണ്, അപ്പോൾ നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കിട്ടുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാം ഒന്ന് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ നമ്മുടെ 6th ഡേ ഒരു 1 വീക്കിനോട് അടുത്ത ഈ ഒരു 3 ഡേയ്സ് കൊണ്ട് നമുക്കുണ്ടായ പ്രോഗ്രസ്, അതുപോലെ തന്നെ നമ്മൾ കുറേ ഡേയ്സ് ചെയ്യുന്ന 2 റെസിപ്പീസ് ലൈക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എസ്പെഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലേഴ്സിനൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓവർനൈറ്റ് ഓട്സിൻ്റെയും, അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു മീല് നമുക്ക് ബോയിൽഡ് ചിക്കൻ്റെ ഒരു റെസിപ്പി, അത് നമുക്ക് ലഞ്ച് അതില്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്ഡേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാനിപ്പോൾ വെയിറ്റ് നോക്കാൻ പോവാണ്. ഇറ്റ് ഈസ് 66.3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം 67 ആയിരുന്നു, ഇപ്പം 66.3 ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 18നുള്ള വെയിറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 23rd വെയിറ്റ് കൂടെ എഴുതി വെക്കുക. ആ ഡേറ്റ് ഇട്ടിട്ട് വെയിറ്റ് ഇപ്പം നമ്മുടേത് 66.3 ആയിട്ടുണ്ട്. ഓക്കെ, ഇത് 700 ഗ്രാംസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗുഡ്. സോ വീക്കെൻഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എണ്ണീറ്റത്. സോ അങ്ങനെ നമ്മൾ ബ്ലാക്ക് കോഫിയൊക്കെ കഴിച്ചിട്ട് ജിമ്മിലെത്തി. ശേഷം 7 to 8 ജിമ്മിൽ ഒരു വർക്കൗട്ട് ചെയ്തു, നേരെ തിരിച്ചെത്തി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓട്സ് ഇന്ന് ക്വിക്കർ ഓട്സ് ആണ്, റോൾഡ് ഓട്സിൻ്റെ ഫ്ലേക്സ് ആണ്. അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നമ്മുടെ പോമോഗ്രാനൈറ്റ്, അത് രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ ഓവർനൈറ്റ് ഓട്സ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഒരു വെസലോ, ഇതുപോലത്തെ ഒരു വെസലോ എടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് 125 ml മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തിട്ടുള്ള ഓട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഏത് തരം മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പാല്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട് മിൽക്കാണ്. അതിൻ്റെ റെസിപ്പി നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 to 6 ആൽമണ്ട്സ് 8 hours സോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതും നമ്മൾ ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, നല്ല തിക്കായിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ യോഗേർട്ട് അല്ലെങ്കിൽ നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, അധികം പുളിയില്ലാത്തതാണിത്. അപ്പോൾ അതും ഞാനിവിടെ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മധുരത്തിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഹണി ചേർക്കാം, അതല്ലെങ്കിൽ ഡേറ്റ്സ്. അപ്പം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സീഡൊക്കെ കളഞ്ഞിട്ട് അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കുറച്ചൊരു പ്രോട്ടീനും ഫൈബറും ഒക്കെ വരുന്നതിനായിട്ടാണ് നമ്മൾ ചിയാ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ 1 ടീസ്പൂണാണ് ചിയാ സീഡ് ആഡ് ചെയ്തേക്കുന്നത്, കൂടുതലൊന്നും ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ശേഷം നമ്മുടെ വെയിറ്റ് ലോസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിനോടുള്ള ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സിനമൺ സ്റ്റിക്ക്, എന്ന് വെച്ചാൽ കറുവപ്പട്ടയുടെ പൗഡർ. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കാൻ വീട്ടിൽ തന്നെ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ കറുവപ്പട്ടയുടെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്ക് ഈ പൊടി പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. സോ ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൂട്ടായിട്ട് എടുത്തേക്കുന്ന പൊമോഗ്രാനൈറ്റ് ആണ്. വിറ്റാമിൻ എ ഒക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. സോ നമ്മൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു പകുതി പൊമോഗ്രാനൈറ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. ഇനി ഇത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ റെഫ്രിജറേറ്റ് ചെയ്യാം ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ 12 hours. അതിനുശേഷം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അന്നേരം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് അടിപൊളിയായിട്ട് നമ്മുടെ ഓട്സ് ആ ഒരു പാലിലും മറ്റ് ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. സോ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുവാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ചൊരു പാലും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ജാൻജുവിന് വേണ്ടി കുറച്ച് പാലൊന്ന് ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് വേണ്ടത്ര കൺസിസ്റ്റൻസിയിലോട്ട് ഞാൻ ആക്കിയെടുക്കുകയാണ്. അപ്പം പാലോ വെള്ളമോ നമുക്ക് ചേർത്തിട്ട് ഇത് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിന് ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ എഗെയിൻ നമ്മൾ ഫ്രൂട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ പോമോഗ്രാനൈറ്റും അതുപോലെ തന്നെ ഒരു ഹാഫ് റോബസ്റ്റയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എഫേർട്ട് കുറഞ്ഞിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് കഴിക്കുവാണേ.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയില്ല. നമ്മൾ തലേദിവസം രാത്രി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാവരും ഒന്ന് യോജിപ്പിച്ച് അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓഫീസിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് നമുക്ക് മാത്രമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മളൊരു ഫാമിലിയിലായിട്ട് നിൽക്കുമ്പോഴെന്ന്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മളിവിടെ പോമോഗ്രാനൈറ്റ് മാതളനാരങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ വരെ നമുക്ക് പല നമ്മുടേതായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ബനാന, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ബനാന ആണെങ്കിലും പപ്പായ ആണെങ്കിലും അങ്ങനെ പല പല ഫ്രൂട്ട്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ആക്കാവുന്നതാണ്. ഓക്കെ, സോ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലഞ്ചിൻ്റെ അല്ലെങ്കിൽ ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഒരു ബോയിൽഡ് ചിക്കൻ, ഒരു സൂപ്പിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. സോ അതാണ് വളരെ ഈസിയിൽ നമുക്ക് കുക്കറിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഈവൻ അത് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ അതിനായിട്ട് നമ്മളിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 kg അടുത്ത് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുക്കറിലോട്ട് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കനിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾ അവൈലബിൾ ആണോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള എന്തൊക്കെയാണോ നമുക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും അത് രണ്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഇഞ്ചി നമുക്ക് ചതച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ തന്നെ ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് നമ്മളിങ്ങനെ ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു സവോള, ഒരു മീഡിയം സൈസ്, അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്, അതും അങ്ങനെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ഒരു പകുതി ക്യാരറ്റ് ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ ആഡ് ചെയ്തു. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കം, അതും ചെറിയ സ്ലൈസസ് ആക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലേവറൊക്കെ തരുന്നതിന് വേണ്ടിയിട്ട് മല്ലിയിലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് മല്ലിയില ഇനി ഇത് ഓപ്പൺ ചെയ്തും വേണം. ഒന്നുകിൽ നമ്മൾ പകുതി ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മസാലയായിട്ട് യൂസ് ചെയ്യുന്നത് 2 മസാലയാണ്. ഒന്ന് പെപ്പർ, നമുക്ക് ഇഷ്ടം പോലെ പെപ്പർ യൂസ് ചെയ്യാം. പക്ഷേ കുഞ്ഞിനൂടെ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ എരിവ് കുറച്ചിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 1.5 ടീസ്പൂണാണ് ഇവിടെ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മളിനി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. സോ മല്ലിപ്പൊടിയും ഞാൻ 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പം ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്ത് വന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ ചിക്കനും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ശരിക്കും നമുക്കൊരു ലഞ്ച് അതല്ലെങ്കിൽ ഡിന്നറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ശരിക്കും സൂപ്പ് അല്ലെങ്കിൽ സൂപ്പിനേക്കാളും എനിക്ക് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എരിവ്, പച്ചമുളകിൻ്റെ എണ്ണവും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുരുമുളകിന് എരിവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു പച്ചമുളക് ചേർത്തത്. അതല്ലെങ്കിൽ 3-4 പച്ചമുളക് നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിരുന്നാലും നമ്മൾ സൂപ്പ് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കുക്കർ അങ്ങനെ അടയ്ക്കുക. ഒരു 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുത്തുന്നിടം വരെയാണ് നമ്മൾ ഗ്യാസിൽ വെക്കേണ്ടത്. സോ ഈ 5 വിസിൽ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രഷർ കംപ്ലീറ്റ്ലി അങ്ങനെ ഇരുന്ന് തന്നെ പോകണം. അതിനുശേഷം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ
6 വിസിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതവിടെ ഇരുന്നിട്ട് ആ പ്രഷർ എല്ലാം പോയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ആക്കി. അതിന് ചെറുതായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, 3 മിനിറ്റ് ടു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തോട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വെള്ളത്തിലോട്ട് തന്നെ നമ്മുടെ ആ ചിക്കൻ്റെ എക്സ്ട്രായിട്ട് ഒരു തുള്ളി എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല. എന്നാലും ആ ചിക്കൻ്റെ നെയ്യും എല്ലാം കൂടെ ആയിട്ട് നല്ലതായിട്ട് എന്തായിട്ട് വന്നിട്ടുണ്ട്, ഒരു സൂപ്പ് കണക്കെ തന്നെ വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട് കുറച്ചൊരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി. അപ്പം അത് ഇന്ന് നമ്മുടെ അടുത്തില്ലായിരുന്നു, അപ്പോൾ നമ്മളത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, തക്കാളി കൂടെ നമ്മൾ ആ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പകുതി തക്കാളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ ജാഞ്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് കുരുമുളക് പൊടി ചേർക്കുന്നതിന് മുന്നേ തന്നെ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇച്ചിരി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സൂപ്പാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് വേണ്ട പ്രോട്ടീനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സൂപ്പാണ്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജേണിയൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഭയങ്കര തിയററ്റിക്കലി അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് താങ്ക് യു ഗൈസ്, ബൈ.